ബേസിൽ ജോസഫിൻ്റെതായി ഒടുവിലെത്തിയ ചിത്രമാണ് സൂക്ഷ്മദർശിനി. ചിത്രത്തിൽ നസ്രിയയാണ് നായികയായി എത്തുന്നത്. സംവിധാനം നിർവഹിക്കുന്നത് MC ആണ്. ബേസിലിന്റെ സൂക്ഷ്മദർശിനി ആഗോളതലത്തിൽ 24 കോടിയോളം രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ നെറ്റ് കളക്ഷൻ 12 കോടി രൂപയും കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. സിനിമ ട്രേഡ് അനലിസ്റ്റുകളാണ് സൂക്ഷ്മദർശിനിയുടെയും കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടത്. ആദ്യമായിട്ട് ബേസിലും നസ്രിയയും ഒന്നിക്കുന്ന ചിത്രവുമാണിത്. ഇരുവരുടെയും കെമിസ്ട്രി വർക്കായെന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നതും. ബേസിലിന്റെയും നസ്രിയയുടെയും സൂക്ഷ്മദർശിനി ത്രില്ലർ ചിത്രമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. സൂക്ഷ്മദർശിനി പശ്ചാത്തല സംഗീതത്തിനും പ്രാധാന്യമുള്ള ചിത്രമാണെന്നും പ്രധാന പ്രത്യേകതയാണ്. പടിപടിയായി ആകാംക്ഷ വർദ്ധിക്കുന്ന തരത്തിലാണ് കഥാസഞ്ചാരമെന്നും സൂക്ഷ്മദർശിനി കണ്ടവർ അഭിപ്രായപ്പെടുന്നു. സൂക്ഷ്മദർശിനിയിൽ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നതും ചിത്രത്തെ ആകാംക്ഷയുണ്ടാക്കുന്ന ഘടകമാണ്. ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ എന്ന് വിശേഷിപ്പിച്ചിരുന്നു ബേസിൽ ജോസഫ്. എന്നാൽ സാധാരണ ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവമല്ലെന്നും ബേസിൽ ജോസഫ് വ്യക്തമാക്കുന്നു. സത്യൻ അന്തിക്കാട് സാറിന്റെ സിനിമകളുടെ രീതിയിലാണ് അതിന്റെ കഥയുടെ പോക്ക്. ആ രീതിയിലുള്ള ചുറ്റുവട്ടവും അയൽക്കാരുമൊക്കെയാണ് ചിത്രത്തിൽ, ബേസിൽ സൂചിപ്പിക്കുന്നു. ഒരു സത്യൻ അന്തിക്കാട് ത്രില്ലർ എന്നാണ് ചിത്രീകരണത്തിനിടെ സൂക്ഷ്മദർശിനിയെക്കുറിച്ച് ഞങ്ങൾ പറയുമായിരുന്നതെന്നും നസ്രിയ വിശദീകരിച്ചു. പ്രിയദർശിനി എന്നാണ് ചിത്രത്തിൽ നസ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. മാനുവലായി ബേസിൽ ജോസഫും ചിത്രത്തിലെത്തിയിരിക്കുന്നു. ഹാപ്പി വേൾഡ് എന്റർടൈൻമെന്റ്സിന്റെയും AVA പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ ആണ് നിർമ്മാണം. തിരക്കഥ ലിബിനും അതുലും ചേർന്നാണ്. സംഗീതമൊരുക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ്.